ദേ ഇവനുണ്ടല്ലോ എൻ്റെ ഇക്കായ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനൊരു കാരണമുണ്ട്. ഇതെപ്പോഴും മരത്തിൽ കയറും കേട്ടോ. മരത്തിൽ കയറി കുടുങ്ങിയിരിക്കും. ലാസ്റ്റ് ഇക്കാണ് രക്ഷിക്കുന്നത്. അങ്ങനെ ഒരു പ്രാവശ്യം കയറി ഇരുന്നപ്പോഴത്തേക്കും കുറച്ച് ഹൈറ്റിലുള്ള മരത്തിലായിപ്പോയി കേട്ടോ. രാത്രി ഭയങ്കരമായിട്ട് പേടിച്ച് ഭയങ്കര നിലവിളിയായിരുന്നു. അങ്ങനെ ഇക്ക പോയി രക്ഷിച്ചതിന് ശേഷം ഇക്കാടെ അടുത്തുനിന്ന് പോകുന്നേ ഉണ്ടായിരുന്നില്ല. അന്ന് പേടിച്ച് കുറേ നേരം ഇക്കാടെ അടുത്ത് തന്നെ ഇരുന്നു കേട്ടോ. ഒരുപാട് സമയമെടുത്ത് ഓക്കെ ആവാനായിട്ട്. അതിനുശേഷം ഭയങ്കര ഇഷ്ടമാണ് ഇക്കായെ. ഇതേ കണ്ടോ, ഇക്കായെ നടക്കാൻ വിടുന്നില്ല. ഇക്കായ കടയിൽ പോകണം, പക്ഷെ അത് വിടുന്നില്ല ഇക്കായെ. ചുമ്മാ ഇക്കാടെ കാലിലിങ്ങനെ ചുറ്റി ചുറ്റി നടക്കണം, ഇതാണ് ഇഷ്ടം. നമ്മളിങ്ങനെ കൈ രണ്ട് കൊണ്ടും കോർത്ത് കെട്ടിപ്പിടിക്കില്ലേ, അതുപോലെയൊക്കെ ചെയ്യും കേട്ടോ. മനുഷ്യന്മാരെ കെട്ടിപ്പിടിക്കുന്ന പോലെ കെട്ടിപ്പിടിക്കും. ഇതൊക്കെ ഉണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇക്കായ നടക്കാൻ വിടുന്നില്ല. ലാസ്റ്റ് ഫുഡ് കൊടുത്തിട്ട് കടയിൽ പോകുന്ന നേരത്ത് ഫുഡ് കൊടുത്തപ്പോഴല്ലോ അതിൽ നിന്ന് ഒരു കടി എടുക്കും, ഇക്കാടെ അടുത്ത് കൊണ്ടുവച്ച് കഴിക്കും. കാര്യം ഇക്ക പോയി കളഞ്ഞാലോ. ഇക്ക നടക്കുമ്പോൾ കൂടെ നടക്കുന്നു. അതിന് ഫുഡ് വേണമെന്നിരുന്നാൽ ഇക്ക പോകുമ്പോൾ കൂടെ പോകുന്നുണ്ട്. ലാസ്റ്റൊക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് വീണ്ടും ഇക്ക ഒന്ന് നടന്ന് നോക്കും, അത് കൂടെ നടക്കും. പിന്നെയൊക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ, ഫുഡ് കഴിച്ചോട്ടേ എന്ന് കരുതിയിട്ട്. അങ്ങനെ ദേ നിന്ന് കഴിക്കുന്നുണ്ടേ. എന്നിട്ട് പതുക്കെ സൗണ്ട് ഉണ്ടാക്കാണ്ടിക്ക പോയി നോക്കി. അപ്പോഴും വീണ്ടും കഴിക്കുന്നത് നിർത്തിയിട്ട് പുറകെ വരുന്നുണ്ട്. ഇതാണ് അവസ്ഥ. പിന്നെയൊക്കെ കടയിൽ പോകാനായിട്ട് ഹെൽമെറ്റും വെച്ച് ഇറങ്ങിയപ്പോഴും ഒരു രക്ഷയില്ല. വഴിയിൽ കുറുകെ കയറി കിടക്കുന്നുണ്ട് കേട്ടോ. ഇക്കടെ കാലിൽ പിടിച്ചു വെച്ച് കിടക്കുന്നു, കുറുകെ കയറി കിടക്കുന്നു, വിടുന്നേ ഇല്ല. ഇക്ക വഴക്ക് കൊടുത്തു നോക്കി, എന്നിട്ടും ഒരു രക്ഷയില്ല. അതേ പിറകെ പോടുണ്ട്. ലാസ്റ്റ് ഞാൻ എന്തൊക്കെയോ കാണിച്ച് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. എനിക്ക് പേടിയാണ്. അപ്പോൾ എൻ്റെ തീരെ അടുത്ത് വരുമ്പോൾ ഞാൻ അങ്ങ് പൊയ്ക്കളയും. അത് കാരണം ഞാൻ എന്തോ കാണിച്ചിങ്ങനെ വിളിച്ചു. വീണ്ടും ഇക്കാടെ പുറകെ ഓടും. പിന്നെ ഒരു വിധം എങ്ങനെയൊക്കെയോ വഴക്ക് കൊടുത്ത് ഇവിടെ ഇരുത്തി കേട്ടോ. പിണങ്ങിയിരിക്കുകയാണ്. കടയിൽ പോയിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടും മിണ്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര പിണക്കമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് 3/4 മണിക്കൂറോളം ഉണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ. കാര്യം അത്ര നേരം ഇതിക്കാടെ പുറകെ നിൽക്കുന്നുണ്ടായിരുന്നു രാത്രി. എന്നിട്ടാണ് ഇക്ക കടയിൽ പോകാൻ തന്നെ പറ്റുക. അപ്പോൾ ജസ്റ്റ് അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, ഞാൻ വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള പെറ്റ്സൊക്കെ ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.